ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഹൻസികയെക്കുറിച്ചാണ്. നമ്മൾ ഹൻസിക കൃഷ്ണകുമാർ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ കൃഷ്ണകുമാർ സാറിൻ്റെ മോളെക്കുറിച്ചൊരു വീഡിയോ ഒരു മാസത്തിന് മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രിപ്ഷൻ വഴിയാണ് അത് ഇറങ്ങിയത്, ലീക്കായത്. അവളെ ഇട്ടതാണോ എന്നറിയില്ല, അതോ ആരെങ്കിലും ലീക്കാക്കിയതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു വൻ വിപ്ലവമായി തന്നെ മാറിയിരുന്നു ആ ഒരു വീഡിയോസ്. എന്താന്ന് ഉള്ളത് ഞാനത് ഇവിടെ കാണിക്കാം, നിങ്ങൾ തന്നെ നോക്കിക്കോ. അപ്പോൾ ഇതാണ് കാര്യം. അവൾ ആ ഒരു വീഡിയോയിൽ പുറത്ത് വിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വലിയ വിപ്ലവമായി മാറിയതാണ്. ഞാനൊന്നും എടുത്ത് റിയേറ്റ് ചെയ്യാൻ വന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ആ സമയത്ത് കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ മോൻ്റെ കാര്യങ്ങളായിട്ടൊക്കെ കുറച്ച് തിരക്കുകളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് റിയേറ്റ് ചെയ്യാനായിട്ട് വരാത്തതും. പിന്നെ ഈ ഒരു കാര്യമായതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യവും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്, അവൾ മാപ്പ് ചോദിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഞാനതിവിടെ കൊടുക്കാം, ആ ഒരു കത്ത്. അപ്പോൾ അത് ഇംഗ്ലീഷിലാണ് വന്നത്, മലയാളത്തിലും അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ സങ്കടം തോന്നി. കാരണം അവൾക്ക് അത് ഒന്ന് മാപ്പ് ചോദിക്കാൻ തോന്നിയില്ലേ, അത് അവിടെയാണ് എനിക്ക് സങ്കടം തോന്നിയത്. കാരണം അവളൊരു തെറ്റ് ചെയ്തപ്പോൾ അത് മറ്റുള്ളവർ റിയേറ്റ് ചെയ്ത് അവളെ അത് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവൾക്കത് മനസ്സിലായി. ഇനി ഞാനത് ആവർത്തിക്കാൻ പാടില്ല എന്ന് തന്നെ അവൾക്കത് മനസ്സിലായിട്ടായിരിക്കാം ഈ ഒരു കത്ത് അവളെ എഴുതി പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇനി അവൾ അത് ആവർത്തിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും അവളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷേ സബ്സ്ക്രിപ്ഷൻ വഴി ഇങ്ങനെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പേരൻസ് അത് കാണും, പേരൻസ്, ബന്ധുക്കൾ അവരൊക്കെ കാണും. അപ്പോൾ അതൊക്കെ വളരെ മോശമാണ്. ചിലപ്പോൾ അതുവഴിയായിരിക്കാം ഉപദേശങ്ങൾ വല്ലതും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് മോശമെന്ന് തോന്നിയിട്ടുണ്ടാവും. അത് തോന്നിയിട്ടും അഹങ്കരിക്കാത്ത, എനിക്ക് അവിടെയാണത് ഇഷ്ടപ്പെട്ടത്. അഹങ്കരിച്ച് ഞാൻ ഇങ്ങനെയേ ചെയ്യൂ, ഞാൻ ഇങ്ങനെയേ ജീവിക്കൂ, ഇങ്ങനെയേ ഞാൻ സമൂഹത്തിന് മുന്നിൽ നടക്കൂ എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ച് ആ ഒരു തിമിറ് കാണിക്കാത്ത അവളത് മാപ്പ് പബ്ലിക്കായിട്ട് വന്ന് മാപ്പ് ചോദിച്ചില്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഹൻസിയെക്കുറിച്ച് ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം കേട്ടോ. വേറെ മറ്റൊരു കാരണവും ഇല്ല. എനിക്ക് മറ്റേ എനിക്കത് താല്പര്യമില്ല കേട്ടോ, അടുത്ത് റിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ ഇതെനിക്ക് അവൾ മാപ്പ് ചോദിച്ചപ്പോൾ അവൾക്ക് അഹങ്കാരമില്ലാത്ത രീതിക്ക് അവൾ അത് ചെയ്തില്ലേ, അതെനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അച്ഛൻ എന്ന് പറയുമ്പോൾ കൃഷ്ണകുമാർ ആണെങ്കിൽ സാറിനോട് ഇതും സംബന്ധമായി ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ അച്ഛൻ പറഞ്ഞതും എനിക്കത്ര യോജിക്കാൻ പറ്റിയില്ല. മക്കളല്ലേ, മക്കളുടെ ഇഷ്ടമല്ലേ, മക്കളുടെ സ്വാതന്ത്ര്യം. പേരൻസ് കഴിഞ്ഞിട്ടല്ലേ മക്കൾ വരുന്നത്. അപ്പോൾ പേരൻസ് എന്ത് പറയുന്നു, അതായത് അച്ഛനമ്മ എന്ത് പറയുന്നു അത് പ്രകാരം മക്കൾ ജീവിക്കണം എന്നുള്ളതാണ് എൻ്റേതായിട്ടോ എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയില്ല, പക്ഷെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതും എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. ഹൻസിക മനസ്സുകൊണ്ട് തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അവൾ മാപ്പ് ചോദിക്കുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ ഇതിങ്ങനെ എയറിൽ നിൽക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം മാപ്പ് ചോദിച്ചത് എന്നും എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും എനിക്കൊരുപാട് സന്തോഷമായി. ആ കുട്ടി ഇനിയും വളരെ ഉയരങ്ങളിലെത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അഹങ്കരിക്കാതെ നല്ല രീതിയിൽ വളരെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട്, പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.